CPM-നെതിരായ കേന്ദ്ര ഏജൻസികളുടെ കടന്നാക്രമണത്തിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കും MV ഗോവിന്ദൻ മാസ്റ്റർ. തൃശൂരിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപനം. CPM-നെതിരെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ കടന്നാക്രമണത്തിനെതിരെ തൃശൂർ ജില്ലയിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കള്ളപ്പണ വിരുദ്ധ നടപടികളുടെ മറവിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് കേരളത്തിലും പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പരീക്ഷണം നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ബാങ്കുകളെ മറയാക്കി പാർട്ടി നേതൃത്വത്തിനെതിരെ ബോധപൂർവമായ ആക്രമണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ജനങ്ങളെ പ്രതിരോധത്തിന്റെ മുൻനിര പോരാളികളാക്കി അണിനിരത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. CPM-നെതിരെ നിലകൊള്ളുന്ന മാധ്യമ ശൃംഖലകളാണ് ഭൂരിപക്ഷമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. ചില പാർട്ടി നടത്തുന്ന ചെറിയ പരിപാടി പോലും മാധ്യമങ്ങൾ വലുതായി ചിത്രീകരിക്കും. എന്നാൽ CPM-നൊപ്പം നിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നമ്മെ വിചാരണ ചെയ്യുന്നതിലാണ്, അദ്ദേഹം പറഞ്ഞു. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങളെ മാത്രം ആശ്രയിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ വേണ്ടെന്നും പകരം ഓരോ പ്രവർത്തകരും നേരിട്ട് ജനങ്ങളിലെത്തി സത്യം പറയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സഹകരണ മേഖല സംരക്ഷിക്കും. കേരളത്തിലെ സഹകരണ മേഖല ജനങ്ങളുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തെ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനം കേരളത്തിലാണെന്നും അത് അഴിമതിരഹിതമായ അടിസ്ഥാന സേവനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കമ്മ്യൂണിസ്റ്റുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 352 കോടി രൂപ ഡെപ്പോസിറ്റായിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയും. ബാങ്കിന്റെ കയ്യിൽ പണമില്ല. അപ്പോഴാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പുൽക്കുത്തു പോലെ ഈ തെറ്റായ നിലപാടിന്റെ ഭാഗമായിട്ട് വേണ്ടത്ര വീടില്ലാതെ നിരവധി ആളുകൾക്ക് കടം കൊടുക്കാനല്ല തിരിച്ചു കിട്ടാറുണ്ട്. ഈ 352 കോടി രൂപ